ഡിവൈഎഫ്ഐക്കാരെ മർദ്ദിക്കുക മാത്രമല്ല കൊലപാതക ശ്രമത്തിന് കേസുമെടുത്ത കൊട്ടാരക്കര പോലീസ് കോടതിയിൽ നാണം കെട്ടു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നാലെ പിന്തുടരുകയും പോലീസ് ജീപ്പ് റോഡിന് കുറുകെയിട്ട് പിടിച്ചിറക്കി മർദ്ദിച്ചത് പോരാഞ്ഞ് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിലടച്ച 4 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. കൊട്ടാരക്കര വെട്ടിക്കവല മൊട്ടവള സ്വദേശികളായ താരാഭവനിൽ അഭിലാഷ്, കൊല്ലൻ്റഴികത്തു വീട്ടിൽ രാജേഷ്, VN നിവാസിൽ നന്ദു, ചെങ്ങമനാട് പതിക്കോട്ട് തെക്കേതിൽ VV വിഷ്ണു എന്നിവരെയാണ് ഇന്ന് കൊട്ടാരക്കര അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി A ഷാനവാസ് വെറുതെ വിട്ടത്. സർക്കാരിനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ വെളിയം ഷാജിയും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് ജോണം ജോർജും ഹാജരായി. 2018 ആണ്ട് മാർച്ച് മാസം 10-ാം തീയതി രാത്രി 11:30-ക്ക് കൊട്ടാരക്കര കോട്ടപ്പുറത്തിന് സമീപം വെച്ചായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം അരങ്ങേറിയത്. കേസിലെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിനെ പിന്തുടർന്ന പോലീസ് സംഘം അവരുടെ വാഹനം തടഞ്ഞു നിർത്തുകയും പോലീസ് ജീപ്പിൽ കയറുവാൻ ആവശ്യപ്പെടുകയും അവർ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസുകാരായ ഹരി, സുജിത്, SI സുകുമാരൻ, ജയേഷ് എന്നിവർ ചേർന്ന് ഈ പ്രതികളെ മർദ്ദിക്കുകയും അവർ കൂടുതൽ പോലീസ് സേനയെ വിളിച്ചു വരുത്തി ഗംഗാപ്രസാദ്, ഹരിലാൽ എന്നീ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയുണ്ടായി. 20 വയസ്സുകാരനായ വിഷ്ണു എന്ന ആളിനെ പോലീസ് പരസ്യമായി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കുകയും നിരവധി ക്രൂരതയ്ക്ക് ഇരയാക്കുകയും ചെയ്തു. ഈ വീഡിയോ പ്രതികൾ കോടതിയിൽ ഹാജരാക്കി. പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതുവരെയുള്ള സമയം കൊട്ടാരക്കരയുടെ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പോലീസ് വാഹനത്തിലിട്ട് ഈ പ്രതികളെ അതിക്രൂരമായി മർദ്ദിച്ചു. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷവും മർദ്ദനം തുടർന്നു. പോലീസിന്റെ ക്രൂര പീഡനത്തിനിടെയുണ്ടായ മാരകമായ മുറിവുകൾ മെഡിക്കൽ പരിശോധനാ സമയം ഡോക്ടറെ സ്വാധീനിച്ച് ചികിത്സാ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്താതിരിക്കുവാൻ പോലീസ് ആവുന്നത് ശ്രമിച്ചെങ്കിലും മർദ്ദനമേറ്റ പ്രതികൾ രേഖപ്പെടുത്തണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. ഡോക്ടർ അഭിലാഷ് എന്ന പ്രതിയുടെ മുതുകത്തുണ്ടായ ഇടികൊണ്ടുണ്ടായ മാരകമായ പരിക്ക് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ ഉപദ്രവിച്ച വിവരവും പ്രതികൾക്ക് മുറിവ് പറ്റിയ വിവരവും ബോധപൂർവം കേസ് രേഖകളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മറച്ചുവെച്ചു. എന്നാൽ അപ്രകാരം ഒരു ചികിത്സാരേഖ പ്രതികളുടെ റിമാൻഡ് അപേക്ഷയോടൊപ്പം ചേർത്തിരിക്കുന്നത് പ്രതിഭാഗം വക്കീൽ ജോണം ജോർജ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. 10/3/2019 രാത്രി 11:15 മണിക്ക് ഈ കേസിലെ പ്രതികളായ വിഷ്ണു, രാജേഷ്, അഭിലാഷ്, വിഷ്ണു എന്നിവർ ചേർന്ന് പോലീസിനെ കൊലപാതക ശ്രമം നടത്താൻ ശ്രമിച്ചുവെന്നും അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അവരെ ദേഹോദ്രവം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞൊക്കെയാണ് കേസ്. ഈ പ്രതികൾ ഡിവൈഎഫ്ഐക്കാരാണെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഇവരെ ഭീകരമായി അവരെ പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദിച്ചതിന് ശേഷം കോടതി ഹാജരാക്കി. എന്നിട്ട് ഇവർക്കെതിരെ കൊലപാതക ശ്രമത്തിനുൾപ്പെടെ കേസ് എടുത്ത് ഇവരെ റിമാൻഡ് അപേക്ഷ സഹിതം കൊട്ടാരക്കര ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കി. മജിസ്ട്രേറ്റിനോട് അവർ പരാതി പറഞ്ഞിരുന്നുവെന്ന്, മെഡിക്കൽ എയ്ഡ് കൊടുക്കണമെന്ന്. പക്ഷേ യാതൊരു മെഡിക്കൽ എയ്ഡും കൊടുത്തില്ല. പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പമുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റിൽ ഇതിലെ അഭിലാഷ് എന്ന പ്രതിക്കുള്ള പറ്റിയ പരിക്കിനെ സംബന്ധിച്ച് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വിചാരണ കോടതിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി. അതുകൂടാതെ ഈ കേസിൽ മഹസർ കൃത്രിമമാണെന്ന് പ്രതിഭാഗത്തുനിന്ന് വാദിച്ചു. അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കാരണവശാലും പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്താലാണ് കോടതി വെറുതെ വിട്ടതെന്നാണ് എൻ്റെ വിശ്വാസം. യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കേസിലെ 1 മുതൽ 4 വരെ സാക്ഷികളായ പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥനായ P ഹരിലാലും, അതുകൂടാതെ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞൊരു SI, ഇവരിത്രയും കൂടി ഈ പ്രതികളെ ഈ പറയപ്പെടുന്ന കൊട്ടാരക്കര കോട്ടപ്പുറം എന്ന സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചു എന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുമാണ് അവരെന്നോട് പറഞ്ഞത്. പക്ഷേ അവരതിൻ്റെ യാതൊരു പ്രൂഫും കോടതി മുമ്പ് ഹാജരാക്കിയിട്ടില്ല. അത് ചെയ്യാതെ സത്യത്തിൽ പ്രതികളെ പോലീസ് ഉപദ്രവിക്കുകയായിരുന്നു. നേരെ തിരിച്ച് ഇവർക്കെതിരെ കേസും എടുത്തു. നിരപരാധികളായ ആളുകൾക്ക് കോടതിയിൽ മാത്രമേ അവരുടെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് കൊട്ടാരക്കര
അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി ശ്രീ എ ഷാനവാസ് സാറ് ഈ പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. കൊട്ടാരക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീ രാജപ്പന്റെ മുന്നിൽ പ്രതികളെ എത്തിച്ചപ്പോൾ അവരെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച വിവരം പറയുകയും മജിസ്ട്രേറ്റ് ആ വിവരം റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അന്വേഷണ റിപ്പോർട്ടിലെങ്ങും പ്രതികൾക്ക് പരിക്കേറ്റ വിവരം അവർ റിപ്പോർട്ട് ചെയ്യാതെ മനഃപൂർവ്വം പ്രതികളുടെ പരിക്കുകൾ മറച്ചുവെച്ചു. പോലീസിന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ആരെയും ഉപദ്രവിക്കുന്നതിന് അവകാശമില്ല. അപ്രകാരം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന് മറുപടി പറയുവാനും ബാധ്യസ്ഥരാണ്. ഈ കേസിൽ കൃത്യസ്ഥല മഹസർ എന്ന രേഖ കളവായും കൃത്രിമമായും ഉണ്ടാക്കിയാണ് പോലീസ് കോടതി മുമ്പാകെ ഹാജരാക്കിയത് എന്ന് പ്രതിഭാഗത്തു നിന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയതായി പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. കളവായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു കോടതിക്കും പ്രതികളെ ശിക്ഷിക്കുന്നതിന് സാധ്യമല്ല. പോലീസ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് പോലീസിനെ പ്രതികൾ മർദ്ദിച്ചു എന്ന് പോലീസിന്റെ ആവശ്യപ്രകാരം മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ദിനപത്രങ്ങൾ പ്രതികളുടെ പടം സഹിതം പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വൻ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു. യഥാർത്ഥ സത്യം മറച്ചുവെച്ച് പോലീസ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ പത്രങ്ങൾ വാർത്ത എഴുതുകയായിരുന്നു. ഈ വാർത്തയാണ് പോലീസ് പ്രതികൾക്കെതിരായി കോടതിയിൽ തെളിവായി ഹാജരാക്കിയത്. എന്നാൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ പ്രതികളെ ഇന്ന് വെറുതെ വിടുകയാണ് ഉണ്ടായത്. കള്ളക്കേസെടുക്കുന്ന പോലീസുകാരുടെ കർണത്തുള്ള കോടതിയുടെ ഒരു ചെറിയ അടിയാണ് ഈ വിധി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.